അബ്വാബ റഹ്മതിക. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിന്റെ കവാടം എന്റെ മുന്നിൽ തുറന്നു തരണേ അല്ലാഹ്. ഇത് റഹ്മത്തിന്റെ പത്താണ്. ഇത് റഹ്മത്തിന്റെ പത്താണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായി മാറ്റിവെച്ച 10 ദിവസമാണ്. ഈ ദിവസങ്ങളിൽ പള്ളികളിലേക്ക് വരുമ്പോ, ഇന്ന് ഈ ളുഹറിന് പള്ളിയിലേക്ക് വരുമ്പോ ഞാൻ ആ ദുആ നടത്തിയിട്ടാണോ അള്ളാന്റെ ഭവനത്തിലേക്ക് കയറിയത് എന്നൊന്ന് ആലോചിച്ചു നോക്കി. ദിവസം 5 നേരം പള്ളിയിൽ ഇങ്ങനെ വരുമ്പോ, അല്ലെ അതിലധികം നേരം വരുമ്പോ പടച്ചോനോട് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക, പടച്ചോനെ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എന്റെ മുന്നിൽ തുറന്നു തരണേ അല്ലാ എന്നിങ്ങനെ നിരന്തരമായി ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ദിവസം അല്ലാഹു അത് തുറക്കൂലേ? ഏതെങ്കിലും ഒരു ദിവസം ആ റഹ്മത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തആല നമ്മളുടെ മുന്നിൽ തുറന്നു തരൂലേ? അതുകൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ കഴിയുമ്പോ, റമദാനിൽ പ്രത്യേകിച്ചും ഓരോ രാത്രികളിലും നമ്മളിങ്ങനെ ആ ദിവസം എങ്ങനെ കഴിഞ്ഞുപോയി ഇങ്ങനെ ആലോചിക്കണം. അടുത്ത കൊല്ലത്തെ റമദാൻ ഇനി വരൂന്ന് പ്രതീക്ഷിച്ച് നിൽക്കേണ്ടതില്ലല്ലോ. നമ്മളെ കൂടെ കഴിഞ്ഞ കൊല്ലമുള്ള പല ആളുകളൊന്നും ഇല്ല. അല്ലാഹു തആല അവരുടെയൊക്കെ ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ. അല്ലാഹു അവരുടെയൊക്കെ ഖബറുകൾ സന്തോഷമാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെയുള്ള ഒരു ആലോചനയിൽ ആണ് നമ്മളുടെ റമദാനിന്റെ ഓരോ ദിവസവും കൊണ്ടുപോകേണ്ടത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് എന്റെ ഖൽബിന് എന്ത് മാറ്റം വന്നു എന്ന് ഓരോ ദിവസവും ഇങ്ങനെ ആലോചിക്കണം. ഇന്നലെ നമ്മൾ പറഞ്ഞു ഖൽബും തഖ്വയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറച്ച് പറഞ്ഞു. എന്റെ ഖൽബിൽ ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് എന്തുണ്ടായി എന്ന് ആലോചിക്കണം. നമ്മളൊരു ഡോക്ടറെ സമീപിക്കാൻ, എന്താ രോഗം? നല്ല നെഞ്ചുവേദന ഉണ്ട്. ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചിട്ട് പറഞ്ഞു കൊളസ്ട്രോളിന്റെ ലെവല് കുറച്ച് അധികം ഉണ്ട്. അപ്പൊ അതിനെന്താ, നിങ്ങൾ 10 ദിവസം ഞാൻ എഴുതി തരുന്ന ഗുളിക കുടിക്കണം, മരുന്ന് കുടിക്കണം. ഇതാണ് എഴുതി തന്നത്. എന്നാൽ ആ ഡോക്ടർ എഴുതി തന്ന ആ മരുന്ന് കുടിക്കുമ്പോ ഒരു ദിവസം കഴിയുമ്പോ തന്നെ നമ്മൾ ഇങ്ങനെ പറയൂ, മരുന്ന് കുടിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റൊന്നുമില്ല കേട്ടോ, ഇല്ലേ? ഒരു 2 ദിവസം കഴിയുമ്പോ ചിലര് പറയും വലിയ മാറ്റൊന്നും കാണുന്നില്ല, ഡോക്ടർ ഒന്ന് മാറ്റി കാണിക്കേണ്ടി വരുമെന്ന്, ഇല്ലേ? ഇത് ശരീരത്തിന്റെ രോഗത്തിനെ ചികിത്സിക്കുമ്പോ ഓരോ ദിവസവും ആ മരുന്ന് കുടിക്കുമ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്ന് നമ്മളിങ്ങനെ പരിശോധിക്കലുണ്ട്. എന്നാൽ നമ്മളുടെ ഖൽബ് നന്നാവാനുള്ളതാണ് ഈ റമദാനിലെ 30 ദിവസം. ഒരു ദിവസം കഴിഞ്ഞു, അള്ള പറഞ്ഞ പഥ്യങ്ങളൊക്കെ നമ്മൾ പാലിച്ചു. കാരണം സുബഹിയുടെ മുമ്പ് ഭക്ഷണങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. മഗ്രിബ് വരെ മാംസം മാത്രല്ല ഒരു സാധനം കഴിക്കണ്ടെന്ന് പറഞ്ഞു, നമ്മൾ കഴിച്ചിട്ടില്ല. ആ പഥ്യങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട്. പക്ഷേ ഗീബത്ത് പറയണ്ട എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ആയിട്ടുണ്ട് എന്നത് ആലോചിക്കേണ്ടതാണ്. അപ്പൊ ഇന്നലെ ഒരു ദിവസം കൊണ്ട് എന്റെ ഖൽബിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നലത്തെ ആ ഒരു ദിവസം പോലെ ഇനിയുള്ള 28 ദിവസവും അല്ലെ 29 ദിവസം കഴിഞ്ഞു പോയാൽ ഈ റമദാന് കൊണ്ട് ഞാൻ എന്താ നേടുക എന്നുള്ള ആലോചന ഇപ്പൊ തന്നെ തുടങ്ങണം. ഇത് അവസാനത്തെ 10ലേക്ക് മാറ്റി വെക്കാനുള്ള ചിന്തയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞല്ലോ, ഇന്നി ബരീഉൻ മിമ്മൻ ഖസമഹു റമളാൻ. റമളാൻ എങ്ങാനും ഒരാൾക്ക് എതിരായി അള്ളാന്റെ കോടതിയിൽ സാക്ഷി പറഞ്ഞാൽ പിന്നെ ഞാൻ അവനെ നോക്കും, എന്റെ ശഫാഅത്ത് കിട്ടും എന്ന് വിചാരിക്കണ്ട, ഞാൻ അവനെ മൈൻഡ് ചെയ്യൂല എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ആകെയുള്ളൊരു പിടിവള്ളി ഹബീബായ മുത്തുനബിയാണ്. ആകെയുള്ള പിടിവള്ളി മുത്തുനബിയാണ്. ഉമ്മാനെ അവിടെ പ്രതീക്ഷിക്കണ്ട. കാരണോ, നമ്മളെ കാണുമ്പോ ഉമ്മ മറഞ്ഞു കളയും, ബാപ്പ ഓടിക്കളയും. അല്ലേ? യൗമ യഫിറുൽ മർഉ എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്ന് മാറി കളയുന്ന ദിവസമാണ്. ആകെ അന്ന് നമുക്കുള്ള പ്രതീക്ഷ അനലഹ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് അള്ളാന്റെ മുന്നില് നെറ്റിത്തടം വെക്കുന്ന ആരംഭപ്പൂവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങള് പറയാൻ, മോനെ റമളാനിനെ ശരിക്ക് നീ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ, ഇബാദത്തുകളെ കൊണ്ട് പരമാവധി മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇന്നി ബരീഉൻ മിമ്മൻ ഖസമഹു റമളാൻ,
അതാ നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ ദുആരിക്കൽ, അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ റളിയ അൻഹും ശഹ്റു റമളാൻ വലാ തജഅൽനാ മിമ്മൻ ഖസമഹും ശഹ്റു റമളാൻ. പടച്ചോനെ, റമളാൻ തൃപ്തിപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ എന്ന് നമ്മൾ ദുആരിക്കുന്നത്. റമളാൻ എങ്ങാനും അതൃപ്തി രേഖപ്പെടുത്തിയാൽ ആരംഭപ്പൂവായ മുത്തുനബി വരെ പരിഗണിക്കാത്ത വിഭാഗത്തിൽ പെട്ടുപോകും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊന്ന് നന്നാവണം. നന്നാവാനുള്ള ഒന്നാമത്തെ കാര്യം, 6 കാര്യങ്ങൾ മഹാന്മാരിങ്ങനെ എണ്ണി പറഞ്ഞു തരുന്നുണ്ട്. ഈ 6 കാര്യം ശ്രദ്ധിച്ചാൽ ഖൽബ് സ്ഫുടമായി കിട്ടും, ഖൽബ് നന്നായി കിട്ടും. അതിൽ ഒന്നാമത് പറഞ്ഞത്, ഈ റമളാൻ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടെയാകുന്ന പരിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്താൽ ഖൽബിലുള്ള സകല തുരുമ്പുകളും മാറിക്കിട്ടുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖൽബ്, ഇന്നൽ ഖൽബ തസ്ദഉ കമാ യസ്തഉൽ ഹദീദ്. ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കും. സ്വഹാബത്ത് ചോദിച്ചു, ആ തുരുമ്പ് പോക്കാനുള്ള സംഗതി എന്താ നബിയെ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആൻ നന്നായി ഓതിയാൽ ഖൽബിലുള്ള എല്ലാ തുരുമ്പുകളും മാറിക്കിട്ടും. ഖുർആൻ നല്ല രൂപത്തിൽ ഓതുന്ന ആളുകൾക്ക്, പരിശുദ്ധമായ ഖുർആൻ കൊണ്ടിങ്ങനെ സമയം ചെലവഴിക്കുന്ന ആളുകൾക്ക്, ആ ആളുകളുടെ ഖൽബ് നന്നായി കിട്ടുമെന്ന് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് റമളാനിൽ മാത്രമല്ല, എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ആയുസ് കണക്കാക്കിയ ദിവസം ഒരു പേജ് ഖുർആനെങ്കിലും ഓതാത്തത് കഴിഞ്ഞു പോകരുത്. അങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കണം. റമളാനിൽ മാത്രമല്ല, എല്ലാ ദിവസവും മരണം വരെ അതിനാരോഗ്യമുള്ള സമയം മുഴുവനായിട്ട് പരിശുദ്ധ ഖുർആൻ ഓതണം. ഖുർആൻ ഏറ്റവും വലിയ മരുന്നാണ്. ശാരീരിക രോഗങ്ങൾക്കുള്ള മരുന്നുമാണ് ഖുർആൻ. നബി തങ്ങൾ പറഞ്ഞില്ലേ, 2 മരുന്നുകൾ നിങ്ങൾക്കുണ്ട്. ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് തേനാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. ആ ഖുർആൻ ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് കണ്ണിന് വലിയൊരു രോഗം ബാധിച്ചിട്ടുണ്ട്, അങ്ങ് എന്തെങ്കിലും ഒരു ചികിത്സ പറഞ്ഞു തരണം, അങ്ങ് പറഞ്ഞു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞത്, ഉൻദുർ ഇലൽ ഖുർആൻ, ഖുർആനിലേക്ക് നോക്കിയാൽ മതി, കണ്ണിന്റെ അസുഖം മാറിക്കിട്ടും. ഖുർആനിലേക്ക് നോക്കിയാൽ കണ്ണിന്റെ അസുഖത്തിന് ശിഫയുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടം കൊണ്ട് നോക്കിയാൽ മാറുന്നല്ല അല്ലേ? ചില ആൾക്കാർക്ക് ഈ ആത്മീയമായ ചികിത്സകളൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ദഹിച്ചു കിട്ടൂല. ഖുർആൻ ഓതിയാൽ എങ്ങനെ കണ്ണിന്റെ അസുഖം മാറുക എന്ന് ചിന്തിക്കും. 100% ഉറപ്പുണ്ടോ? എന്നാൽ അതിന് അസറുണ്ടാവും. 100% ഉറപ്പുണ്ടോ? അതിന് അസറുണ്ടാവും. ഞാനങ്ങനെ ആലോചിക്കുകയാണ്, മഹാനായ അബ്ദുൽ ഖാദർ അഹദൽ അവേലത്ത് തങ്ങൾ, അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, ഇങ്ങനെ ഒരു നോളജ് സിറ്റിയും ഇങ്ങനെ ഒരു ജാമിഉൽ ഫുതൂഹും അതുപോലെ മർക്കസും അതൊക്കെ ഉണ്ടാക്കാൻ ശൈഖുനാ സുൽത്താനുൽ ഉലമക്ക് വലിയൊരു കരുത്തു പകർന്ന സയ്യിദാണ് അവേലത്തെ സയ്യിദ് അവറുകൾ. ആ അവേലത്തെ കുടുംബത്തിൽപ്പെട്ട വലിയ തങ്ങൾ എന്ന് പറയുന്ന തങ്ങളുണ്ട്. വലിയ ചികിത്സ നടത്തിയത് ഈ സയ്യിദാണ്. ഒരാള് വന്നിട്ട് ഒരു വലിയ അസുഖം തങ്ങളോട് പറഞ്ഞപ്പോ തങ്ങള് ഒരു കടലാസ് എടുത്തിട്ട് ഒരൊറ്റ വര അങ്ങ് വരച്ചിട്ട്, ഇത് നിങ്ങൾ കൊണ്ടുപോയി ശരീരത്തിൽ കെട്ടിയാൽ മതി, ഒരു വര. അപ്പൊ ഈ പോയ ആൾക്ക് തീരെ റാഹത്തായില്ല. കാരണം ഡോക്ടർമാരെ അടുത്ത് പോയാലും അങ്ങനെ ഉണ്ടാവും. 500 റുപ്യന്റെ മരുന്നെങ്കിലും എഴുതിയില്ലെങ്കിൽ നമുക്ക് അസുഖം വലിയൊരു അല്ലെ, ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചില്ല എന്നൊക്കെ വെറുതെ ഒരു തോന്നലാണ്. അപ്പൊ തങ്ങൾ ഒരൊറ്റ വരയങ്ങ് വരച്ചു കൊടുത്തു. അപ്പൊ മൂപ്പര് ഇതിങ്ങനെ തുറന്നു നോക്കിയിട്ട്, ഇതെന്താ തങ്ങളെ, ഒരു വരല്ലുള്ളൂ, ഞാൻ വലിയൊരു പ്രയാസം പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണല്ലോ ചെയ്തത്. അപ്പൊ തങ്ങൾ അതങ്ങ് വാങ്ങി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ആടുണ്ടായിരുന്നു. ഇത് ലൈവാണോ? ഇത് ലൈവല്ലോ ആണോ? ലൈവിൽ ഇങ്ങനത്തൊക്കെ പറയാതൊക്കെ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ്.
സുബ്ഹാനല്ലാഹ്. മഹാനായ തങ്ങള് ആ സാധനങ്ങൾ വാങ്ങി, ഇന്നങ്ങട് എനിക്ക് വേണ്ട അങ്ങ് വാങ്ങി. എന്നിട്ട് അവിടെല്ലേ ഒരാടിന്റെ ശരീരത്തിൽ കെട്ടിക്കൊടുത്ത്, എന്നിട്ട് പറഞ്ഞു വെടിവെക്കാൻ പറഞ്ഞു. ആടിനെ വെടിവെച്ചു, ഏശിയില്ല. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ഇത് ഭയങ്കര പവറുള്ള സാധനമാണ്. അപ്പൊ തങ്ങളോട് പറഞ്ഞു, എന്നാ തങ്ങളെ അങ്ങ് തെരിയുന്ന, ഇനി നിങ്ങൾക്ക് ഇതില്ല, ഇനി നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആത്മീയമായ കാര്യങ്ങൾ പറയുമ്പോ ചില ആളുകൾക്ക് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയൂല. എന്നാൽ ഇതാര് പറഞ്ഞു തന്നതാണ്? ആരംഭപ്പൂവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് പറഞ്ഞു തന്ന കാര്യമാണ്. ആ കാര്യത്തിന് അതിൻ്റെതായ പവർ ഉണ്ടാകും എന്ന് നല്ല വിശ്വാസത്തോടുകൂടെ നമ്മൾ ചെയ്താൽ അതിന് ആ ഫലം നമുക്ക് അനുഭവിക്കാനും കഴിയും. നമുക്ക് നന്നാവണോ? ഒന്നാമതായി മഹാന്മാര് പറഞ്ഞു ഖുർആനോത്ത് പതിവാക്കണം. ഖുർആനോത്ത് പതിവാക്കണം. ഖുർആൻ എന്ന് പറയുന്നത് മുത്തുനബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. റസൂലുള്ളാഹി തങ്ങളുടെ ലക്ഷങ്ങളിൽ പരം വരുന്ന മുഅ്ജിസത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്താണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഖൽബിലുള്ള സകല മാലിന്യങ്ങളും ഇല്ലാതെയായി പോകും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പക്ഷെ ഖുർആൻ ഓതുമ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നബിതങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, റുബ്ബ ഖാരിഇൻ യഖറഉൽ ഖുർആൻ വൽ ഖുർആനു യൽഅനുഹു. ചില ഓത്തുകാരുണ്ട്, അവർ ഓതാൻ ഖുർആൻ എടുത്താൽ തന്നെ ഖുർആൻ ഓലെ ശപിക്കുക ചെയ്യാം. അങ്ങനത്തെ ചില ഓത്തുകാരുണ്ട്. റമദാനിൽ ഇപ്പൊ ചിലവരൊക്കെ ഒരു ടാർഗറ്റ് ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും, ഒരു 3 ഖത്ത് ഓതണോ, ഒരു 3 ഖത്ത് ഓതണോ എന്നൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും. എന്നാൽ ആ 3 ഖത്തും ഇങ്ങനെ സുഖസുന്ദരമായി ഓതാൻ മാത്രമല്ല സമയവും അവനില്ല. ഖുർആൻ നേരെ നോക്കി ഓതാന് ഓന് ശരിക്കും ഇങ്ങോട്ട് അറിയേയില്ല. എന്നാലും ഓനത് തീരണോ എന്നുള്ള ലക്ഷ്യത്തില് അടിച്ചു വിട്ടിങ്ങനെ ഓതുന്നത് കാണാം. അങ്ങനെ ഓതിയാൽ ഖുർആനിന്റെ ശാപം ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഓതുന്നവന്റെ മേലുണ്ടാകും. അത് വലിയ അപകടമാണ്. അത് വലിയ അപകടമാണ്. ഖുർആൻ എങ്ങനെങ്കിലും കണ്ട് ഓതി തീർക്കുക, ഇതല്ല വേണ്ടത്. നേരെ മറിച്ച് ഖുർആനിനോടുള്ള ചില അദബുകളുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു ആലിമ കയറി വരുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കല്ലേ നമ്മളില്ലേ? നിങ്ങൾ എഴുന്നേറ്റിക്കലില്ലേ? ഉണ്ട്. അപ്പൊ ആലിമായ ആള് ഇങ്ങനെ കയറി വരികയാണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. എന്നാൽ നമ്മുടെ വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് പോയ കുട്ടി, ആ കുട്ടിന്റെ കയ്യിൽ ഖുർആൻ ഉണ്ട്. ആ ഖുർആനുമായിട്ട് ആ കുട്ടി വീട്ടിലേക്ക് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കലുണ്ടോ? ഉണ്ടോ? നമുക്ക് കിതാബിൽ കാണാം, ആലിമിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ ഖുർആനിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നല്ല. ആലിമിനെ ബഹുമാനിക്കുന്നതിലേറെ ബഹുമാനിക്കേണ്ടത് ഖുർആനിനെയാണ് എന്ന് പോലും കിതാബിൽ കാണാം. ഇപ്പൊ ചെറിയ മക്കള് മദ്രസന്ന് വിട്ടിരുമ്പോ നമ്മള് കാൽമക്കാലം കയറ്റി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എന്താടാ കുറച്ച് നേരത്തെ വന്നതിന് ഓനങ്ങനെ ചോദ്യം ചെയ്യാന്നല്ലാതെ, പഠിച്ചോനെ ഓന്റെ കയ്യിൽ ഖുർആനാണല്ലോ ഉള്ളത് എന്ന് കരുതിയിട്ട് എഴുന്നേറ്റ് നിൽക്കലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. എഴുന്നേറ്റ് നിൽക്കണം, എഴുന്നേറ്റ് നിൽക്കണം. നമ്മുടെ വീടുകളിൽ ഖുർആനിന്റെ സ്ഥാനം എവിടാന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഖുർആനിന്റെ സ്ഥാനം ഇപ്പോ ഏകദേശം പൊടിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്, നനച്ചുകുളി കഴിഞ്ഞിട്ടുണ്ട്. റമളാന്റെ ഭാഗമായിട്ട് വീടുകളൊക്കെ ഒന്ന് നനച്ചുകുളി നടത്തിയപ്പോ അട്ടിക്കിട്ട് മുസഹഫ് ഒന്ന് എടുത്തിട്ട് അതിങ്ങനെ തുടച്ചു വെച്ചിട്ടുണ്ട്. അതെന്നെ എടുപ്പിച്ചത് ഉമ്മക്ക് ഒന്നെടുക്കാൻ കഴിയായിട്ട് മക്കള് വിളിച്ചെടുപ്പിച്ചതാ. അങ്ങനെ എടുപ്പിക്കാൻ പാടില്ല, അത് ഹറാമാ. മക്കൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി ഒളു ഇല്ലാതെ ഖുർആൻ എടുക്കാൻ പറ്റും? എന്നാ മോനെ ആ ഖുർആൻ ഒന്നെടുത്ത് അങ്ങോട്ട് വെക്കി, എനിക്ക് തൊടാൻ പറ്റൂല, എനിക്ക് ഒതുവില്ല. മക്കൾക്ക് തൊടാൻ പറ്റുമോ? പറ്റൂല. തമ്മീസാവാത്ത കുട്ടികളെ മുന്നിൽ ഖുർആനിന് വെച്ചു കൊടുക്കരുത്. വകതിരിവില്ലാത്ത ചെറിയ മക്കളുണ്ടാവും, ആ മക്കളുടെ മുന്നിൽ ഖുർആനിന് വെച്ചു കൊടുക്കരുത്. നമ്മൾ ഇരിക്കുന്ന അതേ സ്ഥലത്ത് ഖുർആൻ നിലത്ത് വെക്കരുത്. ചില ആൾക്കാർ അങ്ങനെ ചെയ്യലുണ്ട്. ഈ ഇരിക്കുന്ന ഇപ്പൊ ഈ കാർപ്പറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഖുർആനും വെച്ചിട്ട് ഇങ്ങനെ നോക്കി ഓതുന്നത് കാണാം. അത് വലിയ അദബുകേടാണ്. ഖുർആനിനെ നന്നായിട്ട് ബഹുമാനിക്കണം. ഖുർആനിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. ഖുർആനിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ ആദരവുണ്ടാകണം. മഹാന്മാര് പറയുന്നത് കാണാം, ഖുർആൻ ഓതുന്ന സമയത്ത് അർത്ഥം ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഓതണം. അർത്ഥം ആലോചിച്ച് ഓതണം. അതിന് ഉസ്താദേ ഇപ്പൊ നമ്മള് തഫ്സീറൊന്നും ഓതിയില്ലല്ലോ, ഇല്ലേ?
നമുക്കുള്ളൊരു പ്രയാസമാണ്, തഫ്സീറൊന്നും ഓതിയില്ലല്ലോ. വേണ്ട, ഖുർആനിന്റെ പൂർണ്ണ അർത്ഥം അറിയുന്ന ഒരാളും ഇല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആനിന്റെ പൂർണ്ണമായ അർത്ഥം അറിയൂ. വേറെ ആർക്കും അറിയാം? വേറെ ആർക്കും അറിയോ ഖുർആനിന്റെ പരിപൂർണമായ അർത്ഥം? ഇല്ല. അത്രയും വിശാലമാണ് ഖുർആൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആയത്തിന്റെയും വിശാലമായ അർത്ഥതലങ്ങളും അത് ഇറങ്ങാനുള്ള കാരണങ്ങളും അതൊന്നും അറിയണമെന്നില്ല. എന്നാലും നമുക്ക് അറിയുന്ന ചില പദങ്ങളൊക്കെ ആയത്തുകളിൽ ഇങ്ങനെ വരുമല്ലോ. ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗാന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നാറ് എന്ന് പറഞ്ഞ നരകാന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അദാബ് എന്ന് പറഞ്ഞ ശിക്ഷയാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്കറിയുന്ന പദങ്ങൾ വരുമ്പോ അതിനെക്കുറിച്ച് അതിന്റെ അർത്ഥമെങ്കിലും ആലോചിച്ചിട്ട് പരമാവധി സാവകാശം ഒരു ഹർഫ് തൊട്ടുള്ള ഹർഫിൽ നിന്ന് വേർതിരിയുന്ന രൂപത്തിൽ ഇങ്ങനെ ഏതാണ് ഇവൻ ഉച്ചരിക്കുന്നത് എന്ന് തിരിയാത്ത കോലത്തിൽ ഇങ്ങനെ സ്പീഡിലല്ല ഖുർആൻ ഓതേണ്ടത്. വറത്തിലിൽ ഖുർആന തർത്തീല, സാവകാശത്തിൽ ഇങ്ങനെ ഓതണം. അങ്ങനെ ഓതിയിട്ട് പരമാവധി അർത്ഥങ്ങളൊക്കെ ആലോചിച്ച് ഖുർആൻ ഇങ്ങനെ ഓതുക. എന്നാൽ നമ്മളുടെ കൽബ് സ്ഫുടമായി കിട്ടുമെന്ന് കാണാം. അതുപോലെ നല്ല അതബോടെ ഓതണം. നല്ല അതബോടെ ഓതണം. അലസമായി ഇരുന്നിട്ട് ഖുർആൻ ഓതരുത്. ആലസമായി ഇരുന്ന് ഖുർആൻ ഓതരുത്. ചില മനുഷ്യന്മാരുണ്ട് കിടന്നും ഉരുണ്ടും മറിഞ്ഞും ഒക്കെ ഖുർആൻ ഇങ്ങനെ ഓതുന്ന ആളുകള്. ഖുർആൻ ഓതുന്ന സമയത്ത് നല്ല അദബ് വേണം. മാത്രമല്ല ഖിബിലക്ക് മുന്നിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഖിബിലക്ക് മുന്നിടുക എന്നുള്ളത് നമ്മൾ നല്ലോണം പരിഗണിക്കണം. കാരണം എന്താണെന്നറിയോ? അവസാന ഖബറിലും ഖിബിലക്ക് മുന്നിട്ടാ കിടക്കാനുള്ളത് അല്ലേ? ഖിബിലക്ക് മുന്നിട്ടിട്ടാണല്ലോ ഖബറിൽ കൊണ്ടുപോയി കിടത്തല്. അപ്പൊ ആ ഖിബിലയെ നമ്മൾ നല്ലോണം പരിഗണിക്കണം. ഇപ്പൊ നമ്മൾ ഈ പള്ളിയിലേക്ക് വുളു എടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പൊ താഴെ വുളു എടുക്കാനുള്ള വലിയ സൗകര്യമുണ്ട്. ആ സമയത്ത് പള്ളിന്റെ ഉള്ളിലേക്കൊന്നും ഇങ്ങനെ നോക്കി നോക്കുക. എന്തിനാ ഉള്ളിൽ നോക്കുന്നത്? ഖിബില ഏത് ഭാഗത്തേക്കാന്നൊന്ന് തിരിയും. ഏത് പള്ളിയിൽ പോകും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണെങ്കിൽ ആ പള്ളിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം. അപ്പൊ ഖിബില ഏതാന്ന് തിരിയും. അപ്പൊ ആ ഖിബിലയിലേക്ക് തിരിഞ്ഞു വുളു എടുക്കാനുള്ള വല്ല സൗകര്യങ്ങളും ആ പള്ളിന്റെ ഹൗലിന്റെ ഭാഗത്തുണ്ടെങ്കിൽ ആ സൗകര്യം തന്നെ ഉപയോഗപ്പെടുത്തണം. അതന്നെ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം റസൂലുള്ളാഹിക്ക് അത് ഭയങ്കര ഇഷ്ടാണ്. ഖിബിലയെ പരിഗണിക്കാന്നുള്ള മുത്തുനബിക്ക് വലിയ ഇഷ്ടാണ്. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിന്റെ ആദ്യകാലം 16 മാസക്കാലം ചില്ലറ ദിവസം ബൈത്തുൽ മുഖദ്ദസ് ഖിബിലയാക്കിയിട്ട് മാറ്റപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യത്തെ ഖിബില കഅബ തന്നെയാണ്. അതിന്റെ ശേഷം പിന്നെ ബൈത്തുൽ മുഖദ്ദസ് ഖിബിലയായി മാറി. പക്ഷെ റസൂലുള്ളാഹിക്ക് ആ കഅബയിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞ് നിസ്കരിക്കാൻ കഴിയേണ്ടിയിരുന്നു എന്ന വല്ലാത്ത ആഗ്രഹം. അതുകൊണ്ടാണ് അവസാനം അല്ലാഹു തആല പറഞ്ഞു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. തങ്ങളെ അങ്ങേക്ക് ഇഷ്ടമുള്ള ഭാഗത്തെ നാം ഇതാ ഖിബിലയാക്കി പ്രഖ്യാപിക്കാൻ. ആ പ്രയോഗം തന്നെ നോക്കണം. അല്ലാഹു തആല റസൂലുള്ളാഹിനെ എത്ര പരിഗണിക്കുന്നത്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. തങ്ങളെ അങ്ങയുടെ ഇഷ്ടം അവിടെയാണ്. അതാണ് അതിന്റെ കാരണം. അപ്പൊ റസൂലുള്ളാഹിക്ക് അത്ര ഇഷ്ടമാണ് കഅബാലയത്തെ ഖിബിലയാക്കി കിട്ടുക എന്നുള്ളത്. അപ്പൊ ആ ഖിബിലയെ പരമാവധി നമ്മൾ പരിഗണിക്കണം. ഇനി നമ്മൾ ഷോപ്പിൽ നിന്നിങ്ങനെ മൊബൈൽ എടുത്തിങ്ങനെ ഖുർആൻ ഓതുകയാണെങ്കിൽ കസേലൊന്ന് തിരിച്ചിടുക. എങ്ങോട്ട്? ഖിബിലന്റെ ഭാഗത്തേക്ക് ഒന്ന് അങ്ങോട്ട് തിരിച്ചിടുക അല്ലേ? അപ്പൊ ചിലപ്പോ കയറി വരുന്ന ആളിങ്ങനെ വിചാരിക്കും, ഈ മനുഷ്യൻ എന്താ അങ്ങനെ തിരിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ. കാരണം ആളുകൾ വരുന്ന ഭാഗത്തേക്കൊന്നും അയക്കൂല ചിലപ്പോ ഖിബില. അപ്പൊ ചിലപ്പോ തിരിഞ്ഞിരിക്കേണ്ടി വരും. മനുഷ്യന്മാര് ചിലപ്പോ അതൊക്കെ വിചാരിക്കും. മനുഷ്യന്മാരെങ്ങനെ തൃപ്തിപ്പെടുത്തണോന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കൂല. ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്, മോനെ എല്ലാ മനുഷ്യന്മാരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ഒരു പണിയും ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് മനുഷ്യന്മാരെ തൃപ്തി വല്ലാതെ നോക്കണ്ട. ഖാലിഖായ അള്ളാഹ്ക്ക് തൃപ്തി ഏതാണ് അത് നോക്കിയാൽ മതി അല്ലെ? മനുഷ്യന്മാർക്കെല്ലാം തൃപ്തിപ്പെടുവോ? ആര് തൃപ്തിപ്പെട്ടാലും കുറച്ചാൾക്കാർ പറയും അത് ശരിയായില്ല എന്ന് പറയും അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചെല്ലുണ്ട്, ഉമ്മാനെ തല്ലിയ വരെ രണ്ടഭിപ്രായം ഉണ്ടാകുമോ? ഉമ്മാനെ തല്ലിയ വരെ രണ്ടഭിപ്രായം ഉണ്ടാകുമോ? അത് ശരിയാണ്, എന്തിനും രണ്ടഭിപ്രായം ഉണ്ടാവും. ലുഖ്മാനുൽ ഹക്കീം തങ്ങളെ ചരിത്രം പ്രസിദ്ധമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോ ഖുർആൻ ഓതുന്ന സമയത്ത് നല്ല അദബോടെ ഓതണം.
ഓതുന്ന സമയത്ത് തന്നെ അവന്റെ അവയവങ്ങളൊക്കെ അനാവശ്യ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കണം. ചിലവരിങ്ങനെ കിബിലേക്ക് കാല് നീട്ടി ഇങ്ങനെ ഓതലുണ്ട്. തൂണ് കിട്ടുമ്പേ ഈ ഇരിക്കാൻ വേണ്ടി തൂണ് കിട്ടുമ്പോ എങ്ങോട്ടാ കാല് നീട്ടേണ്ടിയെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ആ തൂണ് ഇങ്ങനെ കിട്ടുമ്പോ കിബിലേക്ക് ഇങ്ങനെ കാല് നീട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കലുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. കിബിലയിലേക്ക് കാല് നീട്ടരുത്, കിബിലയിലേക്ക് കാല് നീട്ടരുത്. അത് വലിയ അദബുകേടായി പോകും. അപ്പൊ നല്ല അദബോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യണം. ഇനി കാണാതെ അറിയുന്ന സൂറത്താണ് ഓതുന്നതെങ്കിൽ പോലും വുളൂഓടെ ഓതലാണ് നല്ലത്. വുളൂഓടെ ഓതലാണ് നല്ലത്. നമ്മളിപ്പോ മുസഫ് അല്ല മൊബൈലില് ഖുർആൻ ഓതണമെങ്കിൽ വുളു വേണോ വേണ്ടേ എന്നുള്ള ചർച്ച നമ്മൾ നടത്തുന്നത്. അല്ലെ, അഥവാ വുളു വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് അൽഹംദുലില്ലാ. ഇതാ നമ്മള് ഇങ്ങനെ റുക്സകൾ ഇങ്ങനെ ഇളവുകൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നടക്കലാണ്. ആരെങ്കിലും ഒരു ഇളവ് പറഞ്ഞെന്നാൽ അമ്മ ഇല്ലാരോട് വലിയ ഇഷ്ടായിക്കും, ഇല്ലേ? ഇതാണ് നമ്മളുടെ ഒരു സ്വഭാവം. എന്നാൽ കാണാതെ ഓതുകയാണെങ്കിൽ പോലും അള്ളാന്റെ കലാമാണ് ഈ ഓതുന്നത് എന്ന ആ മഹത്വം മനസ്സിലാക്കിയിട്ട് ഖുർആൻ ഓതുമ്പോ വുളൂഓടുകൂടെ തന്നെ ഓതാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതുപോലെ വസ്ത്രത്തിൽ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. ഖുർആൻ ഓതുമ്പോ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. ഖുർആൻ ഓതുന്ന സമയത്ത് വൃത്തിയുള്ള, പള്ളിയിലൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവുക. വീട്ടിലെത്തിയാൽ ഓതുമ്പോ എങ്ങനെ ഉണ്ടാവുക എന്ന് ആലോചിച്ചാൽ മതി. അപ്പയേ 100 തൊള്ള ബനിയനും അതുപോലെ ഒരു കള്ളിത്തുണി കൊടുത്ത് അങ്ങനെ ഓതലാണ്. ഖുർആനിന് വേണ്ടിയിട്ട് ഡ്രസ്സൊന്ന് നന്നാക്കാം. അങ്ങനെ ചെയ്യണം. ഖുർആൻ ഓതാൻ പോവാൻ അപ്പൊ ഒരു നല്ല ഡ്രസ്സ് ഇടാൻ. അപ്പൊ നാളെ ആഖിറത്തേക്ക് ചെല്ലുമ്പോ അള്ളഹാനോട് കുറച്ച് കാര്യമൊക്കെ നമുക്ക് പറയാൻ കഴിയും. എന്താ പറയാൻ കഴിയുക? പടച്ചോനെ നിന്റെ കലാമാണ് എന്ന് പരിഗണിച്ചിട്ട് ഞാൻ എനിക്കുള്ളതിൽ നല്ലതിട്ടിട്ടാ ഓതിയിരുന്നത്. അല്ലെ, എന്തെങ്കിലുമൊക്കെ ഒരു സാധനം പറയാൻ വേണ്ടേ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നാളെ ആണായിട്ടാണ് മശ്റയിൽ വരിക. എന്താ കാരണോ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ ഖുർആൻ ഇങ്ങനെ ഓതും, വല്ലാതെ ഓതും. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ ഖുർആനോത്ത് സഹിക്കാൻ കഴിയാനിട്ട് അബൂജഹൽ വന്ന് ചെവി മുറിച്ചാൽ നിന്നാ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നല്ല തലപ്പാവ് ധരിച്ചിട്ട് ഓതണം. തലപ്പാവ് ധരിക്കണം. പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ടവലെങ്കിൽ നമ്മളെ കയ്യിൽ ഉണ്ടാവണം. എല്ലാ പള്ളിയിലുണ്ട് ഈ കൊട്ടത്തൊപ്പി വാങ്ങിച്ചിട്ടുണ്ടാവും, പ്ലാസ്റ്റിക്കിന്റെ, ഇല്ലേ? ഒരു കൊട്ടത്തൊപ്പി കാണാം. അത് ആ നാട്ടിലുള്ള ഏറ്റവും വലിയ മടിയന്മാർക്ക് ഉണ്ടാക്കി വെച്ച സാധനമാണ്. നാട്ടിലുള്ള മഹാമടിയന്മാർ, അതിനേക്കാളും വലിയ മടിയന്മാർ ആ നാട്ടിൽ വേറെ ഇല്ല. അതാണ് ആ തൊപ്പിന്റെ ആൾക്കാർ. ആ തൊപ്പി എന്തിനു വാങ്ങിക്കാന്നറിയോ? യാത്രക്കാരെങ്കിലും ഒക്കെ ഇങ്ങനെ പോകുമ്പോ അവര് പള്ളിയിൽ കയറാണെങ്കിൽ അവര് തൊപ്പി എടുത്തില്ല ഇടാലോ എന്ന് വെച്ചിട്ടാ. ചില മനുഷ്യന്മാർ ആ കൊട്ടത്തൊപ്പി ഇടുകയും ചെയ്യും. അത് ഇട്ടെന്ന് പോകാൻ ഓർമ്മ ഉണ്ടാവില്ല, അയച്ചു വെക്കണോന്ന് ഓർമ്മ ഉണ്ടാവില്ല. വീട്ടിലെത്തിയിട്ട് ചിലപ്പോ ഭാര്യ പറയൂ, നിങ്ങളെ തലയിൽ ആ പള്ളിയിലെ തൊപ്പിയാണല്ലോ. എന്നാ പിന്നെ ഇതുമായിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോ ആൾക്കാർ കണ്ടാലോ എന്നുള്ള വഷളത്തരോ. പിന്നെന്താ ചെയ്യല്? ഡൈനിങ് ആണുള്ള ടേബിൾ മേല് അതിങ്ങനെ മലത്തി അവിടെ വെച്ചിട്ട് തസ്ബീമാലിട്ടക്കല. കാരണം പള്ളിയിൽ നിന്ന് കിട്ടിയ തൊപ്പിയല്ലേ എന്നുള്ള നിലക്ക് ഇങ്ങനെ ചില മനുഷ്യന്മാര് ചെയ്യലുണ്ട്. ലോക മടിയന്മാരുടെ സ്വഭാവമാണ് ഈ പള്ളിയിൽ പോയിട്ട് ആ കൊട്ടത്തൊപ്പിടല്. ഞാനിത് പറഞ്ഞിട്ട് ആരെങ്കിലും മറന്നുപോയാ തൊപ്പിടണ്ടെന്നല്ല പറഞ്ഞത്, മറന്നു പോകരുത് എന്നതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഖുർആൻ ഓതുന്ന സമയത്ത് എപ്പോഴും തല മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കി, മഹാന്മാരായ ആളുകളൊക്കെ എന്ത് ചെയ്യുമ്പോഴും റസൂലുള്ളാഹിക്ക് ഏതാ ഇഷ്ടം എന്നാ നോക്കുക. ഞാനിങ്ങനെ ആലോചിക്കാണ്, മഹാനായ ശിറിയ അലിക്കുഞ്ഞി ഉസ്താദ്, അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനവറുകളുടെ ഉറൂസ് ഈ കഴിഞ്ഞ മാസം കൊണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ മഹാനായ ശിറിയ ഉസ്താദിന്റെ അടുക്കല് ഒരിക്കല് ഞങ്ങൾ കുറച്ച് ആളുകള് ഉസ്താദ് വഫാത്താകുന്നതിന്റെ മുമ്പ് ഇങ്ങനെ പോയ സമയത്ത്
ഉസ്താദ് ഞങ്ങളോട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് സ്വലാത്ത് ചെല്ലാനൊക്കെ ഉള്ള സമ്മതങ്ങളൊക്കെ തന്ന് അവസാനം ഞങ്ങളോട് ഉസ്താദ് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണല്ലോ. അന്ന് കോഴിക്കോട് ജില്ലാ SSFന്റെ ഒരു കമ്മിറ്റി വന്നപ്പോ ആ കമ്മിറ്റിയിലുള്ള ആളുകൾ ഒന്നായിട്ട് ജീവിച്ചിരിക്കുന്ന മഹാന്മാരുടെ അടുക്കലൊന്ന് പോയി പൊരുത്തം വാങ്ങാന്നുള്ള ആൾക്ക് പോയിട്ടാണ് മഹാനവറുകളുടെ അടുത്ത് എത്തിയത്. അപ്പൊ ഉസ്താദ് പറയാണ്, നിങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ പ്രവർത്തകരാണല്ലോ, എന്നാൽ നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഇഷ്ടം നല്ലോണം പരിഗണിക്കണം. എന്നിട്ട് ഉസ്താദ് ചോദിക്കാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഏത് ഭാഗത്തെ പല്ലുകൊണ്ട് നിങ്ങൾ കടിക്കല് എന്ന് വെച്ചു. സുബ്ഹാനല്ലാഹ്. ഞാൻ സത്യം പറയാണ്, ഉസ്താദ് ചോദിച്ചപ്പോ അത് ആലോചിച്ചെന്നെ. നിങ്ങൾ എത്ര ആൾക്കാരെ ശ്രദ്ധിക്കലുണ്ടെന്ന് അറിയില്ല. ഇപ്പൊ കടിച്ചു നോക്കിയാൽ രണ്ടും ഒരേ ബാലൻസ് ആയിരിക്കും. ഇപ്പൊ ചിലവർ ഇങ്ങനെ കടിച്ചു നോക്കി ഏത് ഭാഗം കൊണ്ടാണ് കടിക്കല്, ഇപ്പൊ രണ്ടും ഒരേ ബാലൻസ് ആയിരിക്കും. അലിക്കുഞ്ഞ് ഉസ്താദ് ചോദിച്ചപ്പോ ഞങ്ങൾ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ ഉസ്താദ് പറയാണ്, മക്കളെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ വലത്തെ ഭാഗത്തെ പല്ലുകൊണ്ട് കടിക്കാൻ നോക്കണം കേട്ടോ, കാരണം വലത്തേതല്ലേ മുത്തുനബിക്ക് ഇഷ്ടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വലത്തേതല്ലേ മുത്തുനബിക്ക് ഇഷ്ടം. ഇവരെ ജീവിതവും നമ്മളെ ജീവിതവും നിങ്ങളൊന്ന് തട്ടിച്ചു നോക്കി. അവരെ ദൈനംദിന കാര്യങ്ങൾ വരെ റസൂലുള്ളാഹിക്ക് ഏതാണ് ഇഷ്ടമെന്ന് ആലോചിച്ചിട്ടാണ് അവര് ചെയ്യുന്നത്. നമ്മള് അത് സുന്നത്താണ് ഏതോ കിതാബില് പറഞ്ഞുക്കോ ഇല്ലേ, അപ്പൊ അറിഞ്ഞത് അത് പിന്നെ മുഴുത്തമതായ അഭിപ്രായം തന്നെയാണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് മടി കാരണം ഇങ്ങനെ ചോദിച്ച് ചെയ്യാതെക്കാനുള്ളതാണ് നമ്മൾ നോക്കല്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആൻ ഓതണം. അബൂബക്കർ ഇബ്നു അയ്യാഷ് റളിയല്ലാഹു അൻഹു, നമ്മൾ ആലോചിക്കണം മഹാന്മാരൊക്കെ ജീവിതത്തിൽ ഖുർആനിനെ കൊണ്ട് നടന്നത് എങ്ങനെയാണ്. അബൂബക്കർ ഇബ്നു അയ്യാഷ് തങ്ങള് വഫാത്ത് മരണമഹാലറായിട്ട് ആ വഫാത്തിന്റെ വേളയിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു പെങ്ങളുണ്ട് മഹാനവറുകൾക്ക്. ആ പെങ്ങൾ ഇങ്ങനെ കരയാൻ തുടങ്ങി. സ്വന്തം ആങ്ങളയുടെ ആ വഫാത്തിന്റെ വേള സഹിക്കാൻ കഴിയാനിട്ട് പെങ്ങൾ ഇങ്ങനെ കരയാൻ. അപ്പൊ അബൂബക്കർ ഇബ്നു അയ്യാഷ് തങ്ങൾ പറഞ്ഞൊരു കൂലിരോ, നിന്റെ വീടുണ്ടാക്കാൻ ഞാൻ കല്ലിറക്കാൻ എന്തിനാ? എനിക്ക് വീടുണ്ടാക്കാനാണ്. ആ വീടുണ്ടാക്കിയാലോ എനിക്ക് മഴയും വെയിലും ഇല്ലാതെ അവിടെ താമസിക്കാൻ കഴിയും. അതിന് അയൽവാസി 10,000 ഉറുപ്പിക എനിക്ക് ഇങ്ങോട്ട് തരാൻ. അങ്ങനത്തെ ഒരു പരിപാടിയില്ലേ. എനിക്ക് പകല് വിശക്കുന്നതിന് ഞാൻ അത്തായത്തിന് ഭക്ഷണം കഴിച്ച് എന്റെ വിശപ്പില്ലാതെ ആക്കുന്നതിന് അള്ളാഹു താല ഫർളിന്റെ കൂലി എനിക്ക് ഇങ്ങോട്ട് തരികയാണ്. അപ്പൊ അള്ളാഹു താലയുടെ ഒരു കാരുണ്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹിന്റെ ഒരു കാരുണ്യം ആലോചിച്ച് നോക്കി. അപ്പോ ആ അത്തായ സമയത്ത് എഴുന്നേൽക്കുമ്പോ 2 റക്അത്തെങ്കിലും തഹജ്ജുദ് മുടങ്ങാതെ നിസ്കരിക്കണം. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വഹും ഖലീൽ, കുറച്ച് ആൾക്കാരെ ഉണ്ടാവട്ടോ തഹജ്ജുദ് നിസ്കരിക്കുന്നോലേ. അതുകൊണ്ട് ചില മഹാന്മാരെ ദുആ ആണ്, അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഖലീലീൻ, പടച്ചോനെ ന്യൂനപക്ഷങ്ങളിൽ പെടുത്തണേ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഖലീലീൻ, പടച്ചോനെ ഞങ്ങളെ ഖലീലീങ്ങളിൽ പെടുത്തണേ എന്ന് മഹാന്മാര് ദുആരിക്കായിരുന്നു. ഏതാ ഈ ഖലീലീങ്ങളെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. ആദ്യം മശ്റയിൽ നിന്ന് അല്ലാഹു തആല ഹിസാബ് തുടങ്ങുന്നതിന്റെ മുമ്പ് ഒരു വിഭാഗം ആളുകളെ അന്വേഷിക്കാൻ. ആരെയാ അന്വേഷിക്കുന്നത്? എല്ലാവരും എല്ലാം മറന്ന് രാത്രിയിൽ ഉറങ്ങുമ്പോ എന്നെ ആലോചിച്ച് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച ആളുകളില്ലേ, എവിടെ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോ കുറച്ചാളുകള് ഇങ്ങോട്ട് വരുന്ന നിബിധങ്ങള് പറയുന്നുണ്ട്. അല്ലാഹു തആല അവരോട് പറയും, ഉദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. തഹജ്ജുദ് നിസ്കരിച്ച ആളുകളെ, നിങ്ങൾക്ക് ഇവിടെ ചോദ്യമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ വിചാരണല്ല കേട്ടോ, നിങ്ങൾക്ക് യാതൊരു അന്വേഷണവും ഇവിടെ ഇല്ല. നിങ്ങൾ അന്തസ്സോടെ ആണത്വത്തോടെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോയിക്കോളൂ. വിചാരണ പോലും നേരിടാതെ സ്വർഗത്തിൽ പോകാൻ അവസരം കിട്ടുന്ന ആളുകളാണ് തഹജ്ജുദ് പതിവാക്കുന്ന ആളുകളെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ ആ തഹജ്ജുദ് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ആ തഹജ്ജുദ് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ആ തഹജ്ജുദ് നമ്മൾ പതിവാക്കിയാൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകാൻ കഴിയുകയും. നോക്കൂ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വല്ലാത്ത മഹാനാണ്. ആ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ വഫാത്തായപ്പോ അയ്യുഹൽ വലദിലൊക്കെ കാണാം, മഹാനവറുകൾ വഫാത്തായപ്പോ ഒരു ശിഷ്യൻ സ്വപ്നത്തിൽ കാണാൻ ചോദിക്കുന്നുണ്ട്, അല്ല ഉസ്താദെ, എന്താ നിങ്ങളെ ഹാല്? അല്ലാഹു തആല നിങ്ങൾ എന്താ ചെയ്തത്? അപ്പൊ മഹാനവറുകൾ പറയുന്നുണ്ട്, ത്വാഹത്ത് തിൽക്കൽ ഇബാറാത്ത് വഫനിയത്ത് തിൽക്കൽ ഇശാറാത്ത് വമാ നഫഅനാ ഇല്ലാ റുഖൈആത്ത് റകഅനാഹാ ഫീ ജൗഫിൽ ലൈൽ. മഹാനവറുകൾ പറയാണ്, ത്വാഹത്ത് തിൽക്കൽ ഇബാറാത്ത്. ഞാൻ കുറെ വഅദ് പറഞ്ഞ ആളാണ്, ഞാൻ കുറെ ക്ലാസ് എടുത്ത ആളാണ്, ഞാൻ കുറെ കിതാബുകൾ ചൊല്ലിക്കൊടുത്ത ആളാണ്. പക്ഷെ അതൊന്നും വേണ്ടതുപോലെ എനിക്ക് ഉപകാരം ചെയ്തിട്ടില്ല. അതുപോലെ വഫനിയത്ത് തിൽക്കൽ ഇശാറാത്ത്, ഞാനിങ്ങനെ പോകുമ്പോ, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയാൻ, ഞാനിങ്ങനെ പോകുമ്പോ ആളുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, അതാ ജുനൈദുൽ ബഗ്ദാദി എന്ന് പറയുന്ന മഹാനാണ് ആ പോകുന്നത് എന്നിങ്ങനെ എന്നെ കാണുമ്പോ ആളുകൾ പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും എനിക്ക് ഉപകാരം ചെയ്തിട്ടില്ല. വമാ നഫഅനാ ഇല്ലാ റുഖൈആത്ത് റകഅനാഹാ ഫീ ജൗഫിൽ ലൈൽ. ഞാൻ എന്റെ ജീവിതത്തിൽ കുറഞ്ഞ രാത്രികളിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. കുറഞ്ഞ റകഅത്ത്, റുഖൈആത്ത് എന്ന പ്രയോഗം തന്നെ, വളരെ കുറഞ്ഞ റകഅത്തുകൾ നിസ്കരിച്ചിട്ടുണ്ട്. ആ തഹജ്ജുദ് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാൻ. അതുകൊണ്ടാണ് അബൂ യസീദ് അൽ ബിസ്താമി തങ്ങള് ഒരു ദിവസത്തെ തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരില് സ്വന്തം ശരീരത്തിന് മരണം വരെ വയറ് നിറച്ച് വെള്ളം കൊടുത്തിട്ടില്ല എന്ന് ചരിത്രത്തിൽ കാണാം. ഒരു ദിവസത്തെ തഹജ്ജുദ് പോയതാ കാരണം. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കും, ഒരു അലാറവും വെക്കേണ്ട മഹാനവറുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് എഴുന്നേൽക്കും. എന്നാൽ ഒരു ദിവസം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോ വല്ലാത്തൊരു ദാഹം, സാധാരണ ഉള്ളതിലധികം ഒരു ദാഹം തോന്നുകയാണ്. അപ്പോ മഹാനവറുകൾ ഒരു ഗ്ലാസ് നല്ല തണുത്ത വെള്ളം എടുത്തങ്ങ് കുടിച്ച്. അങ്ങനെയാണല്ലോ, ദാഹമുള്ള സമയത്ത് വെള്ളം കുടിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ചില്ലറ നിയമത്തൊന്നുമല്ല. ഈ കിഡ്നി ഫെയിലായി പോയ ആളുകൾക്ക് അതുപോലും കഴിയുന്നില്ല എന്നാ. അള്ളാഹുവേ, അത്തരത്തിലുള്ള ഒരു രോഗവും ഞങ്ങളിൽ ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ. മഹാനവറുകൾ ഒരു ഗ്ലാസ് വെള്ളം നല്ലോണം കൊണ്ട് കുടിച്ചു, അങ്ങനെ കിടന്നുറങ്ങി. അന്ന് നല്ല സുഖം കിട്ടി ശരീരത്തിന്, നല്ലോണം അങ്ങ് ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് നോക്കുമ്പോ സുബഹി വാങ്കൊടുത്തു പോയിട്ടുണ്ട്. സുബഹി ഖളാ ആയ വിഷയമല്ല കേട്ടോ പറയുന്നത്, സുബഹി വാങ്കൊടുത്തു പോയിട്ടുണ്ട്. തഹജ്ജുദിന്റെ സമയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മഹാനവറുകൾക്ക് അത് വല്ലാത്ത ടെൻഷനായി പോയി. പഠിച്ചോനെ, അള്ളാഹു എങ്ങാനും എന്നെ ഹിസാബ് നടത്തിയാൽ ഞാൻ കുടുങ്ങുന്നുള്ള ഉറപ്പാ. അള്ള വിചാരണ നടത്തിയാൽ കുടുങ്ങുന്നുള്ളത് ഉറപ്പാണ്. ഈ ദുനിയാവിൽ അള്ള തന്ന ഓരോ സെക്കൻഡുകളും എങ്ങനെ ചെലവഴിച്ചു എന്ന് അള്ളെങ്ങാനും ചോദിച്ചാൽ കുടുങ്ങൂലേ? ഉറപ്പല്ലേ? അള്ളാഹു നമ്മളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. അബൂ യസീദ് അൽ ബിസ്താമി തങ്ങൾ പറയാൻ, പഠിച്ചോനെ, നീ ഹിസാബ് നടത്തിയാൽ ഞാൻ കുടുങ്ങും. നിന്റെ ഹിസാബില് കുടുങ്ങാതെ, ഹിസാബ് നടത്താതെ സ്വർഗത്തിലെത്താനാണ് ഞാൻ ഈ തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയത്. പക്ഷെ ഇന്നത് നഷ്ടപ്പെട്ടു പോയല്ലോ അല്ലാ. മഹാനവറുകൾ ഇങ്ങനെ ആലോചിക്കാണ്, എന്തെന്ന് എഴുന്നേൽക്കാൻ പറ്റാതിരുന്നത്? സാധാരണ എഴുന്നേൽക്കലുണ്ടല്ലോ, എന്നെന്തേ പറ്റാതെ പോയത്? അപ്പോഴാണ് മഹാനവറുകൾക്ക് ചിന്ത വന്നത്, സാധാരണ ചെയ്യാത്തൊരു പണി ഇന്നലെ ചെയ്തിട്ടുണ്ട്. അതെന്താ? ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതാ. അപ്പൊ അബൂ യസീദ് അൽ ബിസ്താമി തങ്ങള് ശരീരത്തിനോട് പറയുന്നുണ്ട്, യാ നഫ്സു, എടാ ശരീരമേ, ഇനി മരണം വരെ നിനക്ക് ഞാൻ വെള്ളം തരൂല. വെള്ളം തന്നാൽ നീ എന്റെ തഹജ്ജുദ് നഷ്ടപ്പെടുത്തി കളയോ. വെള്ളം ആലോചിച്ച് നോക്കി. ആദ്യം പറഞ്ഞതിലേക്കൊന്ന് പോണോ? വഖാലിഫിൻ നഫ്സ, സ്വന്തം ശരീരത്തെ ശത്രുവായിട്ട് കാണണോ? വെള്ളം തരൂല, ഒരു തുള്ളി വെള്ളം തരൂല എന്നങ്ങോട്ട് തീരുമാനിക്കാൻ. എന്നാ തീരെ വെള്ളം കുടിക്കാതിരുന്നാൽ ആള് മരിച്ചു അല്ലേ? ശരീരത്തിൽ തീരെ ജലാംശം ഇല്ലെങ്കിൽ ശരീരത്തിന് അപകടം വരും, മരിച്ചു. അങ്ങനെ ചെയ്യാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് അബൂ യസീദ് അൽ ബിസ്താമി തങ്ങൾ ചെയ്യുന്ന ഒരു പണി എന്താണെന്നറിയോ? മഹാനവറുകൾക്ക് വല്ലാതെ ദാഹം വന്നാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കും, അത് മണ്ണിലേക്ക് പാരും, മണ്ണിലേക്ക് അങ്ങോട്ട് പാരും. എന്നിട്ട് ആ മണ്ണ് ഇങ്ങനെ അങ്ങോട്ട് കുഴയ്ക്കും, ചളി മോഡല്. ആ മണ്ണ് ഇങ്ങോട്ട് കുഴയ്ക്കും. എന്നിട്ട് ആ കുഴച്ച ആ ചളി എടുത്തിട്ട് വായന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഞെക്കും. അപ്പൊ കുറഞ്ഞ തുള്ളി വെള്ളം ഇങ്ങനെ വായിലേക്ക് ഉറ്റും.
കുറഞ്ഞ തുള്ളി വെള്ളം ഇങ്ങനെ വായിലേക്ക് അങ്ങാകും. അത്യാവശ്യം ഒരു തൊണ്ടയുടെ ഉണക്കൊക്കാണ്ട് മാറുന്ന കോലത്തില് വെള്ളം കൊണ്ടായാൽ മഹാനവറുകൾ ശരീരത്തിനോട് പറയും, തൽക്കാലം അത് മതി, അതിലപ്പുറം നിനക്ക് തന്നാൽ നീ എന്റെ തഹജ്ജുദ് നഷ്ടപ്പെടുത്തിയാലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഓലൊക്കെ എത്ര ഡെങ്ങാറായത്. നമ്മളെങ്ങനെ വിചാരിക്കും മഹാന്മാർക്കൊക്കെ അത് നടക്കൂ, മഹാന്മാർക്കൊക്കെ നടക്കും. മഹാന്മാരാരാ? മലക്കളൊന്നുമല്ല. അവർക്കും വികാരമുണ്ട്, വിചാരമുണ്ട്. പക്ഷേ അവരെ വികാരത്തെ അവര് വിവേകം കൊണ്ട് നിയന്ത്രിച്ചത് കൊണ്ട് അവര് അള്ളാഹുവിലായിട്ട് മുന്നോട്ട് പോയി. അള്ളാഹുവേ, മഹാന്മാരുടെ ആ ഒരു ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. തഹജ്ജുദ് നിസ്കാരം നമ്മള് പതിവാക്കണം. അതിനെന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാല്, ചിലവരൊക്കെ കുറച്ച് വൈകിട്ടൊക്കെ അത്താഴത്തിന് എണീക്കുക, ആദ്യം തഹജ്ജുദ് നിസ്കരിക്കുക. ഭക്ഷണം കഴിക്കൽ നമുക്ക് ഫർള, അതെങ്ങനായാലും ഒഴിവാക്കാതെ നമ്മൾ നോക്കും. ആദ്യം തഹജ്ജുദ് നിസ്കരിക്കുക. അല്ലെങ്കിലോ ഭക്ഷണം കഴിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കാന്ന് വിചാരിച്ചാൽ പലപ്പോഴും തഹജ്ജുദ് മുടങ്ങിപ്പോവും. ഭക്ഷണം എല്ലാം കൂടെ കഴിച്ച് ഒരു കട്ടൻ ചായ കുടിച്ചപ്പോ തോന്നി ഒന്നുകൂടി കുടിക്കണോ, പിന്നെ തോന്നി നല്ല ചൂടാ, ഒരു ഗ്ലാസ് ചൂടുള്ളൂടി കുടിക്കട്ടെ. ഇങ്ങനെ വെള്ളത്തുമ്മൽ ഇങ്ങനെ കൂടി 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 അവസാനം തഹജ്ജുദ് അങ്ങ് പോയി പോകും. അതിനാദ്യം തഹജ്ജുദ് അങ്ങ് നിസ്കരിക്കുക. എണീച്ച ഉടനെ വുളു എടുക്കുക, തഹജ്ജുദ് അങ്ങോട്ട് നിസ്കരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് അത്താഴം നഷ്ടപ്പെടാതിരിക്കാനുള്ള പണിയൊക്കെ നമ്മൾ എടുക്കും. അപ്പൊ തഹജ്ജുദ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അങ്ങ് കൊണ്ട് നടന്നാൽ നമ്മുടെ ഖൽബ് നന്നായി കിട്ടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ സമയം അത് വല്ലാത്തൊരു സമയമാണ്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നുണ്ട്, ഖൽബ് നന്നാവാൻ ആ അത്താഴ സമയത്ത് എഴുന്നേറ്റ് മനസ്സറിഞ്ഞ് അള്ളാഹിനോട് ദുആരിക്കണം. നമ്മൾ സ്വന്തമായി ദുആരിക്കലുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഉണ്ടോ? സ്വന്തമായിട്ട് ഒന്ന് ദുആരിക്കലുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കി. എത്ര ആളുകളുണ്ടാവും? വളരെ കുറവായിരിക്കും. എൻ്റെ റബ്ബിനോട് എൻ്റെ കാര്യം ഞാനൊന്ന് മനസ്സറിഞ്ഞ് പറയട്ടെ, വളരെ കുറവായിരിക്കും. ദുആ സമ്മേളനം ഉണ്ടെങ്കിൽ പോയി നോക്കാന്നല്ലാതെ സ്വന്തം ദുആരിക്കൽ എത്ര ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. എല്ലാ ദിവസവും യജമാനനായ റബ്ബിനോട് നാം നമ്മളുടെ ആവശ്യങ്ങൾ തുറന്നു പറയുന്ന കുറഞ്ഞ സമയമെങ്കിലും ഉണ്ടാവണം. പടച്ചവനോട് പറയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി മഹാന്മാര് പറയുന്നുണ്ട്, നല്ല മനുഷ്യന്മാരെ ഒപ്പം കൂടിയാൽ മതി, എന്നാ നന്നായി കിട്ടും. നല്ല മനുഷ്യന്മാരെ ഒപ്പം കൂടിയാൽ മതി. എത്ര എണ്ണം പറഞ്ഞെന്ന് ഓർമ്മ ഉണ്ടോ? ഒന്ന് പരിശുദ്ധ ഖുർആൻ ഓതണോ അല്ലേ? പിന്നെ വെറുതാണോ നോക്കി നോക്കട്ടെ. ഭക്ഷണം കഴിക്കണോന്നോ കുറയ്ക്കണോന്നോ പറഞ്ഞ് ഭക്ഷണം കുറയ്ക്കണോ അല്ലേ? പിന്നെ തഹജ്ജുദ് നിസ്കരിക്കണം. പിന്നെ അത്താഴ സമയത്ത് ഇബാദത്തുകളെ കൊണ്ട് സമ്പുഷ്ടമാക്കണം. അത്താഴ സമയത്ത് ഇബാദത്ത് ചെയ്യണം അല്ലേ? ദുആ ചെയ്യണം. ഇത് നമ്മൾ പറഞ്ഞു. അഞ്ചാമത്തെ കാര്യമാണ് പറയുന്നത്, നല്ലവരോടൊപ്പം കൂടണം. നല്ലവരോടൊപ്പം കൂടണം. നാട്ടിലൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരൊപ്പമായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. എന്നാൽ കുറേ അവസരങ്ങൾ ഉണ്ടാവും നന്നാവാൻ നല്ല അവസരങ്ങൾ ഉണ്ടാവും. മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SSFന്റെയും ഒക്കെ ആളുകളായിട്ട് ഇങ്ങനെ നിലകൊള്ളാൻ കഴിയണം. അപ്പൊ കുറേ അവസരം ഉണ്ടാവും ദീനീ പ്രവർത്തനത്തിന് അവസരം ഉണ്ടാവും. നേരെ മറിച്ച് കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്ന ആളുകളുടെ കൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ചിലവര് പറയലുണ്ട്, ഞാൻ ഓല കൂടെ ഇരിക്കലേ ഉള്ളൂ, ഞാൻ വലിക്കലൊന്നുമില്ല, ഞാൻ ഇരിക്കലേ ഉള്ളൂ, കുടിക്കലില്ല. കുടിക്കണമെന്നില്ല, ഇരുന്നാൽ തന്നെ മതിങ്ങി കേടുവന്നു ഓട്ടോമാറ്റിക്കായിട്ട്. കൊല്ലപ്പണിക്കാരന്റെ ഇരുത്തി ഇരിക്കുന്നത് പോലെയാണ് ചീത്ത മനുഷ്യന്മാരെ തിരിക്കലെന്ന. അതെന്താ? വെറുതെ പോയിരുന്നതാണ്. എന്നാലും അയാൾ ഇങ്ങനെ സാധനം ഇങ്ങനെ കറക്കി അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തീപ്പൊരിയൊക്കെ നിന്റെ വസ്ത്രത്തിലാവാ, അത് ഓട്ടയാവാ, കേട് വന്നു പോകാം. ഇതുപോലെയാണ് ഈ ചീത്ത മനുഷ്യന്മാരെ കൂടെ ഇരിക്കല് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നല്ല മനുഷ്യന്മാരെ കൂടെ ഇരിക്കലോ അത്ര കച്ചവടക്കാരന്റെ അടുത്ത് പോയിരിക്കും പോലെ. പൈസ ഒന്നുമില്ല നമ്മളെ കയ്യിൽ, വാങ്ങാനായിട്ട് വിചാരിച്ചിട്ടുമില്ല. എന്നാലും അയാൾ എടുത്തു പോയി ഇങ്ങനെ ഇരുന്നാൽ വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുമ്പോ അയാൾ സാമ്പിളിന് ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ പെരട്ടി തരും. അങ്ങനെ പെരട്ടി തന്നാൽ
അയാൾക്കും സുഗന്ധം ഉണ്ടാവും. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല, റെഡിയാണ്, വാങ്ങാനായിട്ട് വിചാരിച്ചിട്ടുമില്ലേനു. എന്നാലും അയാളെടുത്ത് പോയി ഇരുന്ന് കെട്ട് പോരുമ്പോഴത്തേക്ക് നല്ല സുഗന്ധമുണ്ട്. ഇതുപോലെ നല്ല മനുഷ്യന്മാരുടെ ഒപ്പം കൂടിയാൽ നമ്മളുടെ സ്വഭാവത്തിൽ സുഗന്ധം പരക്കും. അതുകൊണ്ട് അതും നന്നായി നമ്മൾ ശ്രദ്ധിക്കുക, കൂട്ടുകെട്ട് നന്നായി ശ്രദ്ധിക്കണം. ഇപ്പൊ കുറച്ചു മുമ്പ് റിപ്പോർട്ടർ ചാനലില് ഒരു MDMA അഡിക്റ്റായി പിന്നെ അതിൽ നിന്ന് റിലീഫായി വന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ടുള്ള ഒരു അഭിമുഖങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവൻ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ചത് എങ്ങനെയാന്ന് പിന്നെ അയാൾ പങ്കുവെക്കുന്നുണ്ട്. കോഴിക്കോട് ബീച്ചില് കൂട്ടുകാരെ കൂടെ ഒരു ഒഴിവ് ദിവസം ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ ഇവരെ കയ്യിൽ ഈ സാധനം ഉണ്ടായിരുന്നു. ഇവനറിയില്ല ഇതുണ്ട് എന്നുള്ളത്. ഇവരെങ്ങനെ ആ ബീച്ചിലെത്തിയിട്ട് ഇവരുടെ ഈ ആഘോഷത്തിന്റെ ആ തിമർപ്പിന്റെ സമയത്ത് വലിയ ഈ സാധനം പുറത്തെടുത്ത് MDMA എടുത്ത് എന്നിട്ട് ഇവനോട് പറഞ്ഞ് ഒന്ന് ഉപയോഗിച്ച് നോക്കുന്ന. അപ്പൊ പറഞ്ഞേ ഞാൻ ഉപയോഗിക്കില്ല എന്നാണ്, ഞാൻ ഈ സാധനം തൊടൂല. അപ്പോൾ നിർബന്ധിച്ച് ഞാൻ തൊടൂല എന്നാണ്. അതിലൊരു ചെങ്ങായിന്റെ വയലാണ് പെട്ടെന്ന് ഓന് കേടുവന്നോൻ കാരണം. അങ്ങനെ ഉണ്ട് ചില മനുഷ്യന്മാരെ വയല് വേഗം എഫക്ട് ചെയ്യും. ഒരു ചെങ്ങായി ചോദിച്ചോടോ, ചെങ്ങായി ഈ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഈ ജീവിതത്തിൽ എല്ലാം ഒരു വട്ടെങ്കിലും ആസ്വദിച്ച് നോക്കണ്ടേ. ആ വയലാണ് ഓനെ കേടെടുത്തിയത്. അപ്പൊ ഓനം വിചാരിച്ചു ഒരു വട്ടൊക്കെ ഇപ്പൊ ഇത് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഒരു വട്ടം ഉപയോഗിച്ചു 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇവൻ ഈ സാധനം കിട്ടണം. ഇത് ഉപയോഗിക്കണോന്ന് പോലും ഇല്ല, അറിയാതെ മണത്തുപോയ വരെ അഡിക്ഷൻ ആയി പോകുന്ന സാധനമാണ് ഈ MDMA എന്ന് പറയുന്നത്. അത്ര എഫക്റ്റഡ് ആവും ഈ സാധനം. അപ്പൊ 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് ഈ സാധനം വേണം. അപ്പൊ ഈ ചങ്ങായിമാരെ വിളിച്ചു, ഇന്നലെ തന്ന ചങ്ങായിമാരാ. അപ്പൊ ഓല് പറഞ്ഞു 5000 റുപ്യാണോന്ന്. ഇന്നലെ ഫ്രീ ആയിട്ട് കൊടുത്താ 5000 റുപ്യാണെന്ന്. കൊടുക്കല്ല എന്ന് നിർവാഹമില്ല, കൊടുത്തു. 3-ാമത്തെ ദിവസം പിന്നെയും വിളിച്ചു, സാധനം വേണോ, 12000 റുപ്യ വേണമെന്ന് പറഞ്ഞു. 12000 റുപ്യ വേണോ, എവിടുന്ന ഈ 12000 എടുത്തു കൊടുക്കാനുള്ളത്? അപ്പൊ അവസാനം ഇവന് വരുമാനം ഉണ്ടാക്കാനുള്ള വഴി കണ്ടെത്തി. എന്താ വഴി കണ്ടെത്തിയത്? MDMA സപ്ലയറായി മാറി. അവൻ പറയുന്നുണ്ട്, എന്റെ സപ്ലയർമാര് എന്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാല് വലിയ വലിയ പണക്കാരാണ്, ഓഡിയിലും ബെൻസിലും ഒക്കെ വന്നിട്ടാണ് എന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകലേ. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ കസ്റ്റമേഴ്സില് ഡോക്ടർമാരും ഉണ്ട്. അവിടാണ് വലിയ ബേജാറ്. ഇപ്പൊ കൊടുവള്ളിയിൽ നിന്ന് ഒരു ഡോക്ടറെ പിടിച്ചു, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. MDMA പിന്നെ അയാളുടെ കയ്യിലുണ്ടായിരുന്നു, ഡോക്ടറെ പിടിച്ചു. അവിടെ നമുക്ക് ഏറ്റവും വലിയ ബേജാറ് ഈ MDMA-യും മറ്റുമൊക്കെ ലഹരിയുമായിട്ട് അഡിക്റ്റഡ് ആയി പോയ ആളുകളെ ചികിത്സിക്കാൻ കൊണ്ടുവന്ന് ഡോക്ടർമാരെടുത്താ. ഓലാണെങ്കിൽ അതിലും വലിയ ടീമായിട്ട് ഇതും ഇങ്ങനെ ഉപയോഗിച്ച് നിൽക്കുക. ഇവര് തമ്മിൽ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും, ഈ രോഗിയും ഡോക്ടറും. എനിക്ക് എവിടുന്ന സാധനം കിട്ടുന്നത് അല്ലേ, എനിക്ക് ഇവിടുന്ന് ആ സാധനം കിട്ടുന്നത്, എത്ര വിലക്കാ കിട്ടുന്നത് എന്ന് പറഞ്ഞ് ഇവര് തമ്മിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇവര് MDMA-യുടെ വലിയ ആളുകളായി മാറുകയാണ്. ഇങ്ങനത്തെ കാലാണ്. അപ്പൊ കൂട്ടുകെട്ട് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയോ 6-മതൊരു കാര്യം കൂടെ മഹാന്മാര് പറയുന്നുണ്ട്, അക്ലുൽ ഹലാൽ. 100ക്ക് 100 ഹലാലാണെന്ന് ഉറപ്പുള്ളത് തിന്നാൻ പാടുള്ളൂ, എന്നാലേ കൽബ് നന്നാവും. 100ക്ക് 100 ഹലാലാണെന്ന് ഉറപ്പുള്ളത്. എങ്ങനെ ആരെ കൊന്നിട്ടായാലും പണം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ആ ചിന്തക്ക് ഒഴിവാക്കണം. 100ക്ക് 100 ഹലാലാണെന്ന് ഉറപ്പുള്ളത് മാത്രം ഉപയോഗിക്കണം. അറിയുമോ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഞാൻ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകള് വലിയ ആലിമാണെന്ന് പറയേണ്ടതില്ല. അക്കാലത്തുള്ള ഭരണാധികാരി മഹാനവറുകളോട് പറഞ്ഞു, നിങ്ങൾ ഈ രാജ്യത്തിലെ ഖാലിയാവണം. ഖാലി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ ജഡ്ജി. അതാണല്ലോ ഇസ്ലാമിക രാജ്യത്തെ ഖാലി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഖാലിയാവണമെന്ന് പറഞ്ഞു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങള് അവിടുന്ന് പറഞ്ഞു, ഞാനാകൂല. കാരണം എന്താ, ഖാലിയായാൽ മാസ ശമ്പളം വരാൻ തുടങ്ങും. ഭരണാധികാരിയുടെ കയ്യിലുള്ള മുതല് എന്ന് പറഞ്ഞാൽ ശുബഹന്റെ മുതലായിരിക്കും. അതിൽ ഹലാലും ഉണ്ടാവും ഹറാമും ഉണ്ടാവും. അപ്പൊ അത് ശുബഹന്റെ മുതലായിരിക്കും. അതുകൊണ്ട് ഞാനാവൂല എന്ന്. ഭരണാധികാരിയുടെ ഓർഡർ അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ്. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് വലിയ സ്നേഹമുള്ള ആളുകള് അവര് ചെന്നിട്ട്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മകനുണ്ട് സ്വാലിഹ് എന്ന് പറയുന്ന വലിയ പണ്ഡിതനാണ്. ആ മകനോട് ചെന്നിട്ട് പറഞ്ഞു, ബാപ്പ ഭരണാധികാരി പറഞ്ഞിട്ട് അത് ഏറ്റെടുത്തിട്ടില്ല, ഖാലിസ്ഥാനം അത് ഏറ്റെടുത്തിട്ടില്ല
കിട്ടിയാതുണ്ടെങ്കിൽ ഉപ്പാനെ ഭരണാധികാരി വല്ലാതെ ആക്രമിക്കും. അതുകൊണ്ട് ബാപ്പനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോനെ നിങ്ങൾ ആ ഖാലിസ്ഥാൻ ഒന്ന് ഏറ്റെടുക്കണോന്ന് പറഞ്ഞു. അർഹരാണ്, നല്ല ഇൽമുള്ള മോനാണ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മോന്. അതുകൊണ്ട് ആ ഖാലിയാവാൻ പറഞ്ഞതും ഏറ്റെടുക്കാൻ നിൽക്കുന്നതും. സുബ്ഹാനല്ലാഹ്. അപ്പോ മഹാനവറുകളുടെ മകന് ബാപ്പാക്ക് പ്രയാസം വരില്ലോ എന്ന് ആലോചിച്ചിട്ട് ആ ഖാലിസ്ഥാൻ അങ്ങോട്ട് ഏറ്റു എന്ന് പറഞ്ഞാൽ മുള്ളുമ്മൽ നിൽക്കുന്ന മാതിരിയാണ് ആ ഒരു വർഷം കൊണ്ടുപോയതെന്ന് കാണാം. മുള്ളുമ്മൽ നിൽക്കും പോലെ. അതെന്താ? രാത്രിയിൽ കിടക്കുന്ന സമയത്ത് വാതിൽ അടയ്ക്കൂല. ഈ വാതിൽപ്പടി ഇല്ലേ, ചവിട്ടുപടി എന്ന് പറയുന്ന ഉമ്മറപ്പടി ഉണ്ടല്ലോ, ആ ഉമ്മറപ്പടിമേൽ തല വെച്ചിട്ടാണ് മഹാനവറുകൾ കിടക്കുക. കാരണം എന്താ? ഏതെങ്കിലും ഒരാൾക്കൊരു നട്ടപ്പാതിരാ സമയത്ത് കാലിനെ സമീപിച്ച് ഒരു വിധി വാങ്ങണം എന്ന് തോന്നിയാൽ ഞാനിങ്ങനെ വാതിലും കുറ്റിട്ട് കിടന്നാൽ നടക്കൂലല്ലോ. അങ്ങനെയായിരുന്നു മഹാനവറുകൾ കിടന്നിരുന്നത്. ആലോചിക്കണോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനം കിട്ടുമ്പോ 4 ഫോട്ടോക്ക് ഇങ്ങനെ വരുമ്പോ എന്തോ ഒരു ഇൻകൃതിയാന്നറിയാം നമുക്ക്, അല്ലേ? നമുക്ക് ഭയങ്കര ഒരു സ്ഥാനം കിട്ടിയില്ലേ ഭയങ്കര ടെൻഷനാ. സ്ഥാനം കിട്ടിയില്ലേ ടെൻഷനാണ്. പള്ളി പ്രസിഡന്റ് നമ്മളാക്കിയില്ലെങ്കിൽ നമുക്ക് പിന്നെ പള്ളിയിൽ തന്നെ പോലെ. കമ്മിറ്റി കയറാൻ വേണ്ടിയിട്ട് പള്ളിന്റെ ഹാദിമീങ്ങളാണ് കുറെ മനുഷ്യന്മാരുണ്ട്. കമ്മിറ്റി കയറാൻ വേണ്ടിയിട്ട് ബദരീങ്ങൾ ആണ്ടിന് മുന്നിലുണ്ടാവും, എല്ലാത്തിനും മുന്നിലുണ്ടാവും. ജനറൽ ബോഡിയിൽ ഓനെ കമ്മിറ്റിയിൽ എടുത്തിയില്ലേ പിന്നെ പള്ളിയിൽ തന്നെ വരില്ല, പിന്നെ അടുത്ത പള്ളിയിലെ ജുമയ്ക്ക് തന്നെ പോവാ. ഇങ്ങനത്തെ ചില സ്ഥാനത്തിന് വേണ്ടി കളിക്കുന്ന ആളുകൾ ഉണ്ടാവലുണ്ട്. എന്നാൽ ഈ മഹാനവറുകൾ അങ്ങനെ സൂക്ഷ്മതയോടെ അങ്ങനെ ജീവിച്ച് ഒന്ന് ശരിക്കും ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. ഒരു കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞപ്പോ ഭരണാധികാരിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല, ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഭരണാധികാരി ഒഴിവാക്കി കൊടുത്തു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് തന്നെയാണ് മകന്റെ വീട്. ഈ ഖാലിസ്ഥാനങ്ങളൊക്കെ ഒഴിവായി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങള് സ്വന്തം വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ നല്ല റൊട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല റൊട്ടി. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഭാര്യനോട് ചോദിച്ചു, ഇത് എവിടുന്ന മാവ് എന്ന് ചോദിച്ചു. മാവ് ഇവിടെ തന്നെ ഉള്ളതാണ് എന്ന് പറഞ്ഞു. മാവ് ഇവിടെ ഉള്ള തന്നെയാണ്, പക്ഷേ അത് ആ റൊട്ടി ഒന്ന് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് കാരം മകന്റെ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ടാണ്. കാരടലുണ്ടല്ലോ അല്ലെ, ഇങ്ങനെ പൊന്താൻ വേണ്ടിയിട്ട് റൊട്ടിയൊക്കെ ഒന്ന് ഇങ്ങനെ നല്ല ഉഷാറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കാരം ചേർക്കലുണ്ട്. അത് മകന്റെ വീട്ടിൽ നിന്ന് വാങ്ങിയതാന്ന് പറഞ്ഞു. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ, എനിക്ക് റൊട്ടി വേണ്ടട്ടോ എന്നാണ്. എനിക്ക് റൊട്ടി വേണ്ട. കാരണം എന്താ? ഖാലിയായി സേവനം ചെയ്ത മകന് കിട്ടിയ ശമ്പളം കൊണ്ടാണ് ഈ കാരം വാങ്ങിയിട്ടുണ്ടാവുക. അത് ഇതിൽ ഉപയോഗിച്ചല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ട. അപ്പൊ ഭാര്യ പറഞ്ഞു, എന്നാ എനിക്കും വേണ്ടട്ടോ എന്നാണ്. നമുക്ക് കാണാം, ആ റൊട്ടി ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണല്ലോ, ഭക്ഷണ സാധനമാണല്ലോ. ആ നിലയ്ക്ക് നാട്ടിലുള്ള യാചകന്മാരായ ആളുകളെടുക്കല് ചെന്നിട്ട് ഈ റൊട്ടി ഇങ്ങക്ക് വേണോ? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതാർക്ക് കൊടുക്കുന്നതിനും തകരാറില്ല. അവരോട് പറയണം, മകൻ ഖാലിയായി നിന്ന സമയത്ത് കിട്ടിയ ശമ്പളം കൊണ്ട് വാങ്ങിയ കാരം ഉപയോഗിച്ചുണ്ടാക്കിയ റൊട്ടിയാണിത് എന്ന് എല്ലാരോടും പറയണേ, പറഞ്ഞിട്ടേ കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യാചകന്മാരുടെ അടുക്കൽ ചെന്നപ്പോ ഈ വിഷയം വന്നപ്പോൾ യാചകന്മാരും പറഞ്ഞു, ഞങ്ങൾക്കും വേണ്ടെന്നാണ്. അക്കാലത്തുള്ള യാചകന്മാരുടെ സൂക്ഷ്മതയും നമ്മൾ ആലോചിക്കണം കേട്ടോ. ഞങ്ങൾക്കും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഭാര്യ, പടച്ചോനെ ഈ ഭക്ഷണം വെറുതെ കളയാൻ പറ്റൂലല്ലോ എന്ന നിലയ്ക്ക് യൂഫ്രട്ടീസ് നദിയിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് മീനുകളെങ്കിലും തിന്നോട്ടെ, ഭക്ഷണാണല്ലോ. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പിന്നെ വന്ന് ചോദിച്ചു, ആ റൊട്ടി എന്തേ ചെയ്തേ? ഇങ്ങനെ എല്ലാരോടും ചോദിച്ച് ആരും വാങ്ങിയില്ല. അവസാനം ഞാൻ ആ നദി കൊണ്ടുപോയിട്ടതാണ്, മീനുകൾ തിന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ മരണം വരെ മഹാനവറുകള് മീൻ ഭക്ഷിച്ചിട്ടില്ല എന്നാ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, മരണം വരെ മഹാനവറുകൾ മീന് കഴിച്ചിട്ടില്ല. നമ്മൾ പറയാം മീനാണല്ലോ, ഹലാലും ഹറാമോ നോക്കാനല്ല, നല്ല ഫ്രഷ് സാധനം ആയിക്കോന്ന്. മറ്റേതാണ് ഈ അറക്കല് ശരിയുണ്ടോ ഇല്ല എന്നൊക്കെ ബേജാറാണ്. മീനില് അങ്ങനത്തെ ഒരു സംഗതിയും ബേജാറില്ല. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പിന്നെ മീൻ കഴിച്ചിട്ടില്ല. കാരണോ ഈ റൊട്ടി തിന്ന മീനായിരിക്കോ ഇത് എന്നുള്ള ബേജാറുണ്ട്. അബൂ ഹനീഫ് ഇമാമിന്റെ കാലത്താണ് അവരെ നാട്ടിൽ നിന്ന് ഒരു ആടിനെ കള്ളം കട്ടുകൊണ്ടുപോയി. ഒരാടിനെ കള്ളം കട്ടുകൊണ്ടുപോയി, കുറെ തെരഞ്ഞു കിട്ടിയില്ല. മഹാനവറുകള് പിന്നെ ഒരു ആട്, അതിന് ആയുസ്സിനൊരു കണക്കുണ്ടാവും. ആ ഒരു ആട് ജീവിച്ച് ചത്തുപോകുന്ന കാലത്തോളം പിന്നെ മഹാനവറുകള് ആട് കൂട്ടിയിട്ടില്ല. കാരണം ഇത് ആ കട്ടുണ്ടോയ ആടാണെങ്കിലോ
ഇങ്ങനെ സൂക്ഷ്മത പാലിച്ചിട്ട് അവരൊക്കെ ജീവിച്ചത്. നമ്മളോ ഉസ്താദ് ഏത് ഹലാലായി കിട്ടാനുള്ള എന്തെങ്കിലും വജുഹുണ്ടോ എന്ന് ചോദിച്ചു നടക്കുക അല്ലേ? എന്തെങ്കിലും വജുഹുണ്ടോ അത് ഹലാലായി കിട്ടാന്? ഇതാ നമ്മൾ ആലോചിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു തആല നല്ല സൂക്ഷ്മതയോടെ ജീവിച്ച് ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്ത് തഖ്വയോടെ അല്ലാഹുവിങ്കലേക്ക് എത്തിച്ചേരുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും പെടുത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഖുർആനോത്തില്ലാത്തൊരു ദിവസം ഇനി ജീവിതത്തിൽ ഉണ്ടാകൂല എന്ന് തീരുമാനിക്കണം. ഭക്ഷണം അമിതമാക്കൽ നിയന്ത്രിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഹലാലല്ലാതെ കഴിക്കൂല എന്നെങ്കിലും അങ്ങോട്ട് തീരുമാനിക്കണം. എല്ലാ ഹോട്ടലിലും കയറിയിട്ട് ഭക്ഷണം കഴിക്കല് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പറ്റാതെക്കും ഇല്ലേ? ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എല്ലാ ഹോട്ടലിലും കയറിയിട്ട് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് വരൂല. അത് നമ്മൾ സഹിക്കേണ്ടി വരും, റിസ്ക് എടുക്കേണ്ടി വരും. ഭക്ഷണം നിയന്ത്രിക്കണം. തഹജ്ജുദ് ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ അതങ്ങോട്ട് ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് മരണം വരെ അതിങ്ങനെ കൊണ്ട് നടക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇങ്ങനെ ഖൽബ് നന്നാവാൻ മഹാന്മാര് പഠിപ്പിച്ച ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് അല്ലാഹുവിങ്കൽ സ്വീകാര്യതയുള്ള ഒരു സലീമായ ഖൽബിന്റെ ഉടമയായ മനുഷ്യരായി മാറാൻ കഴിയും. അല്ലാഹുവേ, ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. പഠിച്ചവനെ നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് നീ സ്ഫുടം ചെയ്തു തരണേ റഹ്മാനെ. നിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തി തരണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിച്ച് ഇസ്സത്തോടെ ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹ്, ഞങ്ങളുടെ ഈ ഇൽമിന്റെ മജ്ലിസ് ഇത്തികാഫോടുകൂടെ ഈ ഇരുന്ന മജ്ലിസ് അല്ലാഹുവേ, നാളെ ആരാരുമില്ലാത്ത 6 അടി മണ്ണാകുന്ന ഖബറിൽ ഞങ്ങൾ എത്തുമ്പോൾ ആ ഖബറിൽ വലിയ പ്രകാശം നൽകുന്ന ഒരു അമലായി നീ ഇതിനെ കബൂലാക്കി തരണേ അല്ലാഹ്. ഇത്രയും സമയം നോമ്പുകാരായി ഇവിടെ ഇരുന്നത് നീ വെറുതെയാക്കല്ലേ റഹ്മാനെ. ഇവിടുന്ന് പറഞ്ഞത് നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. ഇതെല്ലാം നാളെ ആഖിറത്തിലേക്കുള്ള റസൂലുള്ളാഹിന്റെ കൂടെ അർശിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂടാനുള്ള അതിനെ യോഗ്യത നൽകുന്ന വലിയ അമലായി ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇത് റഹ്മത്തിന്റെ 10 ഞങ്ങൾക്ക് നീ കാരുണ്യം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ മാപ്പാക്കി തരണേ അല്ലാഹ്. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം അല്ലാഹുവേ ഹറാമുകളില്ലാത്ത ജീവിതമാക്കി തരണേ അല്ലാഹ്. തോന്നിവാസങ്ങളില്ലാത്ത ജീവിതമാക്കി തരണേ അല്ലാഹ്. പഠിച്ചവനെ, എത്രയോ ആളുകള് വേദന സഹിക്കാൻ കഴിയാതെ കാണാൻ ചെല്ലുന്നവരോട് പോലും ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിക്കാൻ അല്ലാഹുവേ, ഞങ്ങൾക്കൊന്നും അത്തരത്തിലുള്ള ഒരു രോഗവും തരല്ലേ അല്ലാഹ്. അങ്ങനെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ കാമിലായ നിലക്ക് ആജിലായ നിലക്ക് ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് റാഹത്തുള്ള ജീവിതം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ വലിയ ഐക്യം നൽകണേ അല്ലാഹ്. കുടുംബ ബന്ധം നല്ല സ്നേഹമുള്ള ബന്ധങ്ങളാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കളൊക്കെ നീ നന്നാക്കി തരണേ അല്ലാഹ്. മക്കളില്ലാത്ത ആളുകളുണ്ട് അല്ലാഹുവേ, നല്ല മക്കളെ ഈ പരിശുദ്ധ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങൾ ഈ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന തല മക്കള് കാരണം താഴ്ത്തേണ്ട അവസ്ഥ നീ നൽകല്ലേ അല്ലാഹ്. ഈമാനോടെ മരിക്കാനുള്ള അവസരം തരണേ അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا عليك توكلنا وإليك أنبنا وإليك المصير. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل